നമസ്കാരം. കൃഷ്ണാരമിത്രത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സവിതയാണ് കേട്ടോ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ. ശ്രീ ഗുരുവായൂരപ്പ ശരണം ഹരേ. ഇന്നത്തെ സത്സംഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞിട്ട് കുറേ ദിവസമായി. ഇതൊക്കെ എനിക്ക് മിസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പം ഞാൻ വീണ്ടും ഇങ്ങനെയൊക്കെ തന്നെ പറഞ്ഞുകൊണ്ട് വരാമെന്ന് വിചാരിച്ചു. അറിയില്ല കേട്ടോ, എല്ലാ ദിവസവും ഒന്നും ചെയ്യാൻ പറ്റുമെന്ന്. സമയമുള്ളതിനനുസരിച്ച് ഓരോ ദിവസവുമായിട്ട് ചെയ്യാം. ഒരുപാട് എന്താ പറയുക, പ്രശ്നങ്ങളിങ്ങനെ സമയക്കുറവ് അല്ലെങ്കിൽ എഡിറ്റിംഗ് പ്രോബ്ലം അങ്ങനെ ഓരോന്നോരോന്നൊക്കെ വരുന്നത് കൊണ്ടാണ് കേട്ടോ. ഇനി അങ്ങനെ നോക്കുന്നില്ല. നമുക്ക് സമയമുള്ളപ്പോൾ ചെയ്യാം, ഇല്ലാത്തപ്പോൾ വീട്ടുകളയാം അല്ലേ, അങ്ങനെ വിചാരിക്കാം. അപ്പോൾ ഇന്ന് ചോദ്യങ്ങൾ തന്നെയാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. ചോദ്യങ്ങൾ മാത്രമല്ല, ഒരു കുഞ്ഞു കഥയും കൂടി കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ ആദ്യം കഥ പറയണോ അതോ ചോദ്യം പറയണോ അതറിയില്ല. എന്തായാലും രണ്ട് ചോദ്യങ്ങളും. ഞാൻ ആദ്യം ചോദ്യം പറയാം, അതിനുശേഷം ഞാൻ കഥ പറയാം കേട്ടോ. ഉദയ എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട്, വിഷ്ണു സഹസ്രനാമം ലളിതാ സഹസ്രനാമം ചൊല്ലുമ്പോൾ തെറ്റുപറ്റിപ്പോയാൽ വലിയ പ്രശ്നമാണോ എന്നാണ് കേട്ടോ ചോദിക്കണേ. നോക്കൂ, ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ നിയമങ്ങളില്ല കേട്ടോ. ഈശ്വരൻ്റെ മുമ്പിൽ തന്നെ പറയാം ഞാൻ. നമുക്കിഷ്ടമുള്ള ഈശ്വരനെ ഓരോ പേരിലാണ് ഓരോരുത്തരും പറയുന്നത്. എന്തായാലും ഗുരുവായൂരപ്പൻ എന്നാണ് ഞാൻ പറയുന്നത്. ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ നിയമങ്ങളില്ല. ഒരാൾ പഠിക്കുമ്പോൾ, നമ്മൾ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ നടക്കാൻ പഠിക്കുന്ന ഒരു കുട്ടി എത്ര തവണ വീണിട്ടാണ് നടക്കാൻ പഠിക്കുക അല്ലേ? അതേമാതിരി തന്നെയാണ് ലളിതാ സഹസ്രനാമവും മറ്റ് ആധ്യാത്മിക ഗ്രന്ഥങ്ങളെല്ലാം നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ ആദ്യം തന്നെ നമുക്ക് മുഴുവൻ പെർഫെക്റ്റായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. അനേകം തെറ്റുപറ്റി ഒരുപാട് തെറ്റുകളാവുമ്പോൾ എന്താണെന്നറിയും, നമുക്കതിൽ വളരെയധികം ആത്മാർത്ഥതയുണ്ട് വിചാരിക്കുക. നമുക്കത് സ്വായത്തമാക്കണം, അല്ലെങ്കിൽ തെറ്റുകൂടാതെ ചൊല്ലാൻ പഠിക്കണം എന്ന് നമുക്ക് എത്രത്തോളം ആത്മാർത്ഥത ഉണ്ട് അതിനനുസരിച്ച് ഗുരുവായൂരപ്പൻ നേരെയാക്കി തരൂ കേട്ടോ എല്ലാം. അതിനുദാഹരണമാണ് പൂന്താനവും മേൽപ്പത്തൂരുമായിട്ടുണ്ടായിരുന്ന ആ സംഭാഷണവും നമ്മുടെ മരപ്രഭുവും. ആ കഥ ഞാൻ അനുസ്മരിക്കാം. അപ്പം നിങ്ങൾക്കതെല്ലാം മനസ്സിലാവും. കാരണം പൂന്താനം എല്ലാ ദിവസവും ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ നമ്മുടെ ഗുരുവായൂരമ്പലത്തിൽ വന്നിരുന്നു കൊണ്ട് സഹസ്രനാമം ചൊല്ലാറുണ്ടായിരുന്നു, വിഷ്ണു സഹസ്രനാമം. ഈ വിഷ്ണു സഹസ്രനാമം ചൊല്ലി അദ്ദേഹത്തിന് സഹസ്രനാമക്കാരൻ എന്നൊരു പേര് പോലും വന്നു അത്രേ. അത്രയധികം തവണ അദ്ദേഹം സഹസ്രനാമം ചൊല്ലാറുണ്ടായിരുന്നു ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ സ്ഥിരമായിട്ട്. അപ്പോൾ അദ്ദേഹം ഈ സ്ഥിരമായിട്ട് ചൊല്ലുന്ന സമയത്ത് അദ്ദേഹത്തിന് ഒരു തെറ്റ് പറ്റിയതാണ്. പത്മനാഭോ അമരപ്രഭോ എന്നുള്ളതിന് പകരം പത്മനാഭോ മരപ്രഭോ എന്ന് ചൊല്ലിയത്. അപ്പോൾ ഈ തെറ്റായി ഉച്ചരിച്ചപ്പോൾ കാട് എന്ന് പറഞ്ഞു അത്രേ മേൽപ്പത്തൂര്. അതായത് തെറ്റിപ്പോയി എന്നുള്ള അർത്ഥത്തിലാണ് പറഞ്ഞത്. എന്നാൽ അദ്ദേഹം ഇത് പറഞ്ഞതും ഈ പൂന്താനത്തിനോട് വിമുഖതയുണ്ടായിരുന്ന അന്നത്തെ മറ്റ് ബ്രാഹ്മണരായിട്ടുള്ള ആളുകൾ. എന്തുകൊണ്ടാണ് വിമുഖത വരുന്നതെന്നറിയോ? പൂന്താനം കഥ പറയുന്നത് കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന അനേകം ഭക്തരുണ്ടായിരുന്നു. അപ്പം അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഭക്തജനങ്ങൾ, അദ്ദേഹത്തിന് ഒരു ഹീറോയിസം വരുമല്ലോ എന്തായാലും, തീർച്ചയായിട്ടും. അതിലൊക്കെ ഇത്തിരി അസൂയ തോന്നുന്ന മറ്റ് ബ്രാഹ്മണരെ ചുറ്റും കൂടി നിന്ന് അദ്ദേഹത്തിനെ അധിക്ഷേപിക്കാൻ തുടങ്ങിയെന്നും, എന്നാൽ അദ്ദേഹത്തിന് ആ അധിക്ഷേപം ഒന്നുമല്ല അദ്ദേഹത്തിനെ തളർത്തിയത്. എത്രയോ വർഷങ്ങളായിട്ട് ഞാൻ എൻ്റെ പൊന്നു ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ ഇരുന്നുകൊണ്ട് പത്മനാഭോ മരപ്രഭോ എന്ന് ചൊല്ലി അമരപ്രഭു ആയിട്ടുള്ള ഗുരുവായൂരപ്പനെ ഞാൻ വെറും ഒരു മരപ്രഭു ആക്കി മാറ്റിയല്ലോ എന്ന സങ്കടം കൊണ്ട് അദ്ദേഹത്തിൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ധാരയായി വരാൻ തുടങ്ങി. ഇത് കണ്ട മേൽപ്പത്തൂര് ഉടനെ തന്നെ അദ്ദേഹത്തിനെ നമസ്കരിച്ചു. കാരണം അദ്ദേഹത്തിന് മനസ്സിന് പ്രയാസം വരുന്ന ഒരു തെറ്റ് എൻ്റെ ഭാഗത്ത് നിന്നുണ്ടായല്ലോ എന്ന ഭാവത്തിൽ. ഇത് കണ്ട ഗുരുവായൂരപ്പൻ ആ ശ്രീലകത്ത് നിന്ന് അപ്പം തന്നെ ഒരു അശരീരി ഉണ്ടായി എന്നാ പറയണേ. അതെന്താ അശരീരിയായിരുന്നത്? മരപ്രഭുവും അമരപ്രഭുവും ഞാൻ തന്നെയാണ് എന്നാണ് ആ അശരീരി ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഈ മരപ്രഭുവും അമരപ്രഭുവും ഞാൻ തന്നെയാണ് എന്ന് കേട്ടപ്പോഴാണ് മറ്റ് ആ ചുറ്റും കൂടി നിന്ന് പരിഹസിച്ചിരുന്നവർക്ക് ബോധോദയം ഉണ്ടായത്. ഇവരെ ഒന്നും പരിഹസിക്കാൻ നമ്മളാളല്ല, ഗുരുവായൂരപ്പൻ്റെ ഭക്തരാണ് എന്ന ആ ഒരു ബോധം അവർക്ക് വന്നത് അപ്പോഴാണ് എന്നാണ് പറയണത്. അപ്പോൾ എത്രയോ വർഷങ്ങളായിട്ട് എത്രയോ അറിവുള്ള പൂന്താനത്തിന് പോലും തെറ്റുപറ്റിയിട്ടുണ്ടല്ലേ. നമ്മളെല്ലാവരും കേട്ടുകൊണ്ടിരുന്നത് പൂന്താനം ഒരു അജ്ഞാനി എന്ന മട്ടിലാട്ടോ. കുറേ ആളുകൾ അങ്ങനെ പ്രസൻറ്റ് ചെയ്യുന്നത് ഞാൻ കേട്ടിരുന്നു. പൂന്താനത്തിനെ നോക്കൂ, അദ്ദേഹത്തിന് ഒരു ജ്ഞാനവും ഇല്ലല്ലോ എന്ന്.
അത് തെറ്റാണ് കേട്ടോ. അദ്ദേഹത്തിന് സംസ്കൃത ഭാഷയിൽ അഗാധമായ പാണ്ഡിത്യം ഇല്ല എന്നേ പറഞ്ഞിട്ടുള്ളൂ. അദ്ദേഹത്തിൻ്റെ ജ്ഞാനം എത്രത്തോളം വലുതാണ് എന്നുള്ളത് ജ്ഞാനപ്പാന കേട്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും കേട്ടോ. അറിവില്ലായ്മയല്ല അദ്ദേഹത്തിന്. അന്നത്തെ കാലത്തെ പഠനം എന്ന് പറയുന്നത്, ഇപ്പം ഇന്നാണെങ്കിൽ നമ്മൾ ഡിഗ്രി, PG, അത് കഴിഞ്ഞ് അതിൻ്റെ അപ്പുറത്തേക്ക് ഏതെങ്കിലും പ്രൊഫഷണൽ കോഴ്സ് ഉണ്ടെങ്കിൽ, ഡിപ്ലോമ കോഴ്സുകൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ പരിജ്ഞാനം, അങ്ങനെ പോവുകയാണല്ലോ. പ്രൊഫഷണൽ കോഴ്സുകൾ പഠിക്കുന്ന ആളുകളോട് കുറച്ചധികം എന്താ പറയുക, നമുക്കൊരു ഇത്തിരി മതിപ്പ് കൂടുക, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അതേമാതിരി അന്നത്തെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിലെ സംസ്കൃത പരിജ്ഞാനം എന്ന് പറയുന്നത് വളരെ വലുതാണ്. ആ ഒരു സംസ്കൃതത്തിലെ അഗാധമായ പാണ്ഡിത്യം ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ പൂന്താനത്തിന്. അല്ലാതെ പൂന്താനം ഒരു അറിവില്ലാത്ത ഒരാളൊന്നുമല്ല കേട്ടോ. ഭാഗവതമൊക്കെ അദ്ദേഹത്തിൻ്റെ പാരായണം കേൾക്കാൻ തന്നെ അനേകം പേരുണ്ടായിരുന്നു എന്നാണ് കേൾക്കുന്നത്. അതായത് പാരായണവും അദ്ദേഹത്തിൻ്റെ ആ കഥ പറച്ചിലും വ്യാഖ്യാനം ഒക്കെ കേൾക്കാൻ അനേകം ആൾക്കാരുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ സംസ്കൃതം വളരെ ഡീപ്പായിട്ട് അറിയുന്ന ഒരാൾ വ്യാഖ്യാനിക്കുന്ന രീതിയിലായിരിക്കില്ല അദ്ദേഹം വ്യാഖ്യാനിക്കുന്നുണ്ടാവുക. അദ്ദേഹം അത് കഥാരൂപത്തിലായിരിക്കും. അതാണ് ആ വ്യത്യാസമുള്ളത് കേട്ടോ. അതല്ലാതെ അദ്ദേഹത്തിന് ഒരു ജ്ഞാനക്കുറവും ഇല്ല, അങ്ങനെയും വിചാരിക്കരുത്. അപ്പോൾ എന്തായാലും പൂന്താനത്തിനെ അനുഗ്രഹിച്ച ഗുരുവായൂരപ്പൻ ഈ വിഷ്ണു സഹസ്രനാമത്തിലെ തെറ്റ്, അത് നമുക്കുള്ള സന്ദേശാട്ടോ. ഇതുപോലെ എന്ത് തെറ്റ് വന്നാലും നീ എന്താണോ എന്നെ അഭിസംബോധന ചെയ്യണത് അതാണ് ഞാൻ എന്നാണ് ഗുരുവായൂരപ്പൻ പറയണത്. ഭക്തൻ എങ്ങനെയാണോ എന്നെ വിളിക്കണേ ഞാൻ അങ്ങനെയാണ്. ഭക്തൻ എന്നെ അമരപ്രഭുവായിട്ടാണോ കാണേണ്ടത്? ശരി, ഞാൻ മരപ്രഭുവാണ്. ഭക്തൻ എന്നെ അമരപ്രഭുവാണോ ആക്കുന്നത്? ശരി, അമരപ്രഭുവും ഞാൻ തന്നെയാണ് എന്നാണ് ഗുരുവായൂരപ്പൻ്റെ ആ ഒരു രീതി. അതുകൊണ്ട് തന്നെ ഇതിലെന്തെങ്കിലും തെറ്റ് വന്നാലും നമുക്ക് ഒന്നുമില്ല കേട്ടോ പറയാൻ. അതും ശരി തന്നെയാണ്. ഗുരുവായൂരപ്പനെ അങ്ങനെ കണക്കാക്കുള്ളൂ. ആതിര സജോ എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട്, ചോറൂൺ വഴിപാട് എത്ര രൂപയാണോ? ചോറൂണ് രസീത് എടുത്താൽ ക്യൂ നിൽക്കാതെ ക്ഷേത്രത്തിനകത്തേക്ക് പോകാമോ എന്നാണ് ചോദ്യം കേട്ടോ. ക്യൂ നിൽക്കാതെ ക്ഷേത്രത്തിനകത്തേക്ക് ഇപ്പോൾ ചോറൂൺ വഴിപാട് നടത്തേണ്ട കുട്ടിയും അച്ഛനും അമ്മയും ചേർന്ന് വരികയാണെങ്കിൽ കിഴക്കേ നടയിലെ ക്യൂ സംവിധാനത്തിലൂടെ അല്ലാതെ ഭഗവതിക്കെട്ട് വഴി അകത്തേക്ക് പ്രവേശിച്ചതിന് ശേഷം ചോറൂണിൻ്റെ ടിക്കറ്റ് നമുക്ക് ആ ചോറൂണിൻ്റെ ഹാളിൽ നിന്ന് എടുക്കാം, അതല്ലെങ്കിൽ ഷീട്ട് കൗണ്ടറിൽ നിന്ന് ആണെങ്കിലും എടുക്കാം കേട്ടോ. ചോറൂണിൻ്റെ ആ ഒരു ഹാളിൽ ചെന്നതിന് ശേഷം ചോറ് കൊടുത്ത കുട്ടി, ആ കുട്ടി ആ ചടങ്ങ് കഴിഞ്ഞതിന് ശേഷം ആ ചോറൂണിൻ്റെ ഷീട്ടും കൊണ്ട് വന്നു കഴിഞ്ഞാൽ താഴെ അയ്യപ്പൻ്റെ, അതായത് നമ്മൾ പ്രദക്ഷിണമായിട്ട് പോകുമ്പോൾ ഉപദേവതാ പ്രതിഷ്ഠയായിട്ടുള്ള അയ്യപ്പൻ്റെ അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ചോറൂണിൻ്റെ റെസിപ്റ്റ് കാണിച്ചാൽ കുട്ടിയെയും അച്ഛനെയും അമ്മയെയും മാത്രം അതിലൂടെ ക്യൂ സംവിധാനത്തിലൂടെ അല്ലാതെ അകത്തേക്ക് പ്രവേശിപ്പിക്കും കേട്ടോ. അത് ചില ദിവസങ്ങളിൽ ഇപ്പം അയ്യപ്പന് ശുദ്ധി നടക്കുകയാണ്, അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ അസൗകര്യങ്ങൾ ആ ഭാഗത്തുണ്ടെങ്കിൽ മറ്റേതെങ്കിലും ക്യൂ സംവിധാനത്തിലൂടെ ആയിരിക്കും വിടുക. എന്തായാലും വരിയിൽ നിൽക്കാതെ തൊഴാൻ അച്ഛനും അമ്മയ്ക്കും കുട്ടിക്കും പറ്റും. എന്നാൽ ഇതിന് പ്രായപരിധി ഉണ്ട് കേട്ടോ. കാരണം ചോറ് കൊടുക്കാൻ ഇവിടെ ഒരു പ്രായപരിധിയില്ല. 6 മാസം മുതൽ എത്ര കാലം വേണമെങ്കിലും, മരിക്കുന്നതിന് തലേ ദിവസം വരെ വേണമെങ്കിൽ ചോറ് കൊടുക്കാം. അതായത് ചോറൂൺ വഴിപാട് നേർന്നിട്ട് മുടങ്ങിപ്പോകുന്ന ആളുകളുണ്ടല്ലോ, അനേകം കാരണവശാൽ അവർക്ക് പ്രായപരിധി ഇല്ലാതെ ചോറ് കൊടുക്കാൻ പറ്റും. പക്ഷേ അങ്ങനെ കൊടുത്താൽ നമുക്ക് ക്യൂ സംവിധാനത്തിലൂടെ അല്ലാതെ അകത്തേക്ക് പ്രവേശിക്കാൻ സാധിക്കില്ല. 6 മാസം മുതൽ 1 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ചോറൂണ് കൊടുക്കുമ്പോൾ മാത്രമാണ് ഇങ്ങനെയൊരു സംവിധാനം നിലവിലുള്ളത് കേട്ടോ. മാത്രമല്ല ചോറൂണിൻ്റെ ഫോട്ടോ എടുക്കണമെങ്കിൽ അത് ആ ഹാളിൽ തന്നെ അവിടെ ഷീട്ട് എടുക്കാനുണ്ട്. ചോറൂണിൻ്റെ ഹാളിൽ തന്നെ ഷീട്ട് എടുക്കാൻ പറ്റും. 100 രൂപ എക്സ്ട്രാ അടച്ച് ഷീട്ട് എടുക്കണം കേട്ടോ. അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത് ശശിധരൻ എന്നൊരു ഭക്തനാണ്. വനമാലയ്ക്ക് രസീത് എഴുതുമ്പോൾ അവിടെ നിന്ന് തന്നെ മാല തരുമോ അതോ നമ്മൾ പുറത്തുനിന്ന് വാങ്ങണോ എന്നാണ്. അങ്ങനെയല്ല കേട്ടോ. ഇവിടെ ഗുരുവായൂർ അമ്പലത്തിൽ നമ്മൾ പുറത്തുനിന്ന് ഒന്നും കൊണ്ടുവരണ്ട, എല്ലാം അവിടെ തന്നെയുള്ള വഴിപാടുകളാണ്. അതല്ലാതെ നമ്മൾ തന്നെത്താൻ നേരുന്ന വഴിപാടുകളൊക്കെ ഉണ്ടല്ലോ. ഇപ്പോൾ ഗുരുവായൂരപ്പന് നമ്മുടെ തന്നെ തോട്ടത്തിൽ ഉണ്ടായിട്ടുള്ള എന്തെങ്കിലും പച്ചക്കറി കൊണ്ടുപോയി കൊടുക്കാമെന്നോ പഴവർഗ്ഗങ്ങൾ കൊടുക്കാമെന്നോ അല്ലെങ്കിൽ നമുക്കിഷ്ടമുള്ള വേറെ എന്തെങ്കിലും വഴിപാട് നമ്മൾ വാങ്ങി ഗുരുവായൂരപ്പന് കൊണ്ടു കൊടുക്കുകയാണെങ്കിൽ അതിന് പ്രത്യേകിച്ച് ഒരു റെസിപ്റ്റും എടുക്കണ്ട. നിങ്ങളത് ഭണ്ഡാരത്തിൻ്റെ മുകളിൽ നിക്ഷേപിച്ചാൽ അല്ലെങ്കിൽ സമർപ്പിച്ചാൽ മാത്രം മതി കേട്ടോ. എന്നാൽ വനമാല, അതുപോലെയുള്ള വെണ്ണ, പഴമ്പഞ്ചസാര, ഇങ്ങനെയുള്ള അവിടെയുള്ള വഴിപാടുകളുണ്ടല്ലോ, ഇതൊക്കെ നമ്മൾ റെസിപ്റ്റ് എടുക്കുകയേ വേണ്ടൂ. അപ്പം നമ്മുടെ വകയായിട്ട് ഗുരുവായൂരപ്പന് ഒരു പങ്ക് നിവേദിക്കും എന്നുള്ളതാണ് കേട്ടോ. പക്ഷേ ഓൾറെഡി നിവേദിച്ചത് നമുക്ക് പ്രസാദമായിട്ട് അപ്പം തന്നെ കിട്ടുകയും ചെയ്യും. വനമാല, അതായത് ഉണ്ടമാല നമ്മൾ ഷീട്ടാക്കിയിട്ട് നേരെ ഷീട്ട് കൗണ്ടറിൽ നിന്ന് പ്രസാദ കൗണ്ടറിൽ കൊണ്ടുപോയിട്ട് ആ ഒരു ഷീട്ട് കാണിച്ചാൽ നമുക്ക് അപ്പം തന്നെ അതിൻ്റെ ആ ഒരു പ്രസാദമായിട്ട് ഭഗവാന് ചാർത്തിയ മറ്റൊരു മാല നമ്മുടെ കയ്യിൽ കിട്ടും. എന്നാൽ നമ്മുടെ വകയായിട്ടൊരു മാല
ഗുരുവായൂരപ്പന് ചാർത്തപ്പെടുകയും ചെയ്യും. ഇതാണ് അതിൻ്റെ സംവിധാനം. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തത് രഞ്ജി ബാലകൃഷ്ണൻ എന്ന ഭക്ത ചോദിച്ചിരിക്കുന്നത് അഴൽ വഴിപാടിന് എത്ര രൂപയാണെന്ന്. 30 രൂപയാണ് കേട്ടോ അഴൽ ഷീട്ടാക്കാൻ വേണ്ടത്. 30 രൂപയാണ്. ഭഗവതി അമ്മയ്ക്കാണ് അഴൽ വഴിപാട്, എടത്തിരികത്തുകാവിലെ അമ്മയ്ക്ക്. അതുപോലെ തന്നെ ശിശിര എന്നൊരു ഭക്ത ഇന്ന് ചോദിച്ചിരുന്നു, നമ്മുടെ അയ്യപ്പസ്വാമിക്ക് എന്താണ് വഴിപാട്? ഇവിടെ നീരാഞ്ജനം നിവേദിക്കുക അല്ലെങ്കിൽ എള്ളുതിരി കത്തിക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ വഴിപാടുണ്ടോയെന്ന്. ഇത് രണ്ടും ഇല്ല കേട്ടോ. പുഷ്പാഞ്ജലി ചീട്ടാക്കാൻ പറ്റും ഉപദേവതമാർക്ക് എല്ലാവർക്കും, ഗണപതിക്ക്, അയ്യപ്പന്, എടത്തിരികത്തുകാവിലെ അമ്മയ്ക്ക് ഒക്കെ പുഷ്പാഞ്ജലി നമുക്ക് ചീട്ടാക്കാൻ സാധിക്കും. പിന്നെ അയ്യപ്പനാണെങ്കിൽ ചുറ്റുവിളക്കുണ്ട്, ഭഗവതി അമ്മയ്ക്കാണെങ്കിലും ചുറ്റുവിളക്കുണ്ട്, ഭഗവതി അമ്മയ്ക്ക് അഴൽ വഴിപാടുണ്ട്. അതല്ലാതെ നമുക്ക് നീരാഞ്ജനം എന്നൊരു വഴിപാട് അയ്യപ്പസ്വാമിക്ക് ഇവിടെ നിലവിലില്ല. അതുപോലെ തന്നെ എള്ളുതിരി കത്തിക്കുക എന്നുള്ളൊരു സമ്പ്രദായവും ഗുരുവായൂർ അമ്പലത്തിലെ ഉപദേവതാ പ്രതിഷ്ഠയായിട്ടുള്ള അയ്യപ്പസ്വാമിക്ക് ഇല്ല കേട്ടോ. അതിൻ്റെ കാരണങ്ങൾ ചോദിക്കരുത്, അതെനിക്ക് അറിയില്ല. ഇപ്പം ഇത് രണ്ടും ഇല്ല. എനിക്ക് തോന്നുന്നത് ഈ നീരാഞ്ജനം പോലെയുള്ള വഴിപാടുകളാവുമ്പോൾ ഇത്രയധികം തിരക്കുള്ള ക്ഷേത്രങ്ങളിൽ അത് പോസിബിൾ അല്ലാത്തത് കൊണ്ടാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അത് അല്ലാതെ വേറെ എന്തെങ്കിലും കാരണം ഉണ്ടോ എന്ന് ഞാൻ അന്വേഷിക്കാം. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ചോദ്യോത്തരങ്ങൾ കേട്ടോ. ഇത്രയും ചോദ്യങ്ങളേ ഉള്ളൂ. അപ്പോൾ ഇനി കൂടുതൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് അങ്ങനെ സംശയം വരുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ താഴെയായിട്ട് കമൻറ്റ് ചെയ്തോളൂ. അതല്ലെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ ചോദിച്ചാലും മതി. 9074501193 ഇതാണ് വാട്സപ്പ് നമ്പർ. അപ്പോൾ ഈ വാട്സപ്പ് നമ്പറിൽ ചോദിച്ചാലും മതി കേട്ടോ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ ആൻസറുമായിട്ട് അടുത്ത ദിവസം വരാം. ഇന്ന് പറയാൻ പോകുന്ന കഥ ഇതൊരു ചെറിയ കാര്യമല്ല. ഞാൻ പറയാൻ പോകുന്നത് ഒരു വലിയ കാര്യമാണ് കേട്ടോ. അത് വേറൊന്നുമല്ല, വൃന്ദാവനത്തിൽ നിന്ന് മധുരയിലേക്ക് പോകുമ്പോൾ നമ്മുടെ ഉണ്ണികൃഷ്ണൻ രാധാദേവിയെ ഉപേക്ഷിച്ചിട്ട് പോയി എന്നൊരു കഥ നമ്മൾ എപ്പോഴും കേൾക്കാറുണ്ടല്ലേ. സിനിമകളിലും കഥകളിലും കലാകാരന്മാർ മുഴുവൻ പറയാറുണ്ട്, കണ്ണൻ രാധയെ ഉപേക്ഷിച്ചു, അല്ലെങ്കിൽ 16,000-ലധികം വിവാഹം ചെയ്തിട്ടും രാധാദേവിയെ എന്തുകൊണ്ട് ഭഗവാൻ വിവാഹം ചെയ്തില്ല. ഇങ്ങനെയുള്ള കഥകളൊക്കെ നമ്മൾ കേൾക്കാറില്ലേ. ഇതിനൊരു തിരുത്താണ് ഇന്നത്തെ കഥ കേട്ടോ. രാധാദേവിയെ ഭഗവാൻ വിവാഹം കഴിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇന്നത്തെ കഥ. ഒരിക്കൽ വൃന്ദാവനത്തിലെ ചെറിയ ഉണ്ണികൃഷ്ണനായിരുന്ന സമയത്ത് നന്ദഗോപ മഹാരാജാവ് പുറത്തേക്ക് പോകാൻ നിൽക്കുകയായിരുന്നു കേട്ടോ. അദ്ദേഹം ഗോക്കളെ മേയ്ക്കുന്ന കാര്യങ്ങൾ ഉപനന്ദന്മാരായിട്ടും മറ്റ് അനേകം പേരുമായിട്ട് ചർച്ച ചെയ്യേണ്ട അനേകം വിഷയങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനായിട്ട് പുറത്തേക്ക് ഒരുങ്ങി പോകാൻ നിൽക്കുന്ന സമയത്ത് ഭഗവാൻ ഉണ്ണികൃഷ്ണൻ വന്നിട്ട് അച്ഛൻ്റെ കൂടെ പോകണം എന്ന് പറഞ്ഞ് വാശി പിടിക്കാൻ തുടങ്ങി. വളരെയധികം കരഞ്ഞ് വാശി പിടിച്ച സമയത്ത് നന്ദഗോപർക്ക് മറ്റ് നിവൃത്തിയില്ലാതായപ്പോൾ ഉണ്ണികൃഷ്ണനെ എടുത്ത് ഒക്കത്ത് വെച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, ഉണ്ണി കൃഷ്ണ 2 അടി നടക്കുമ്പോഴേക്കും ഉണ്ണി പറയൂട്ടോ, അച്ഛൻ വേണ്ട അമ്മ മതി, എനിക്ക് അമ്മയെ കാണണം എന്ന് പറഞ്ഞ് വാശി പിടിച്ചാൽ അച്ഛൻ ഉടനെ ഇങ്ങോട്ട് കൊണ്ടുവരാനൊന്നും പറ്റുണ്ടാവില്ല കേട്ടോ, ആലോചിച്ചിട്ട് മതി എന്നൊക്കെ പറഞ്ഞു അദ്ദേഹം. പക്ഷേ ഉണ്ണികൃഷ്ണൻ വാശി തന്നെ, നല്ല വാശി പിടിക്കാൻ തുടങ്ങി. വാശി പിടിച്ച് അവസാനം നന്ദഗോപർക്ക് നിവർത്തിയില്ലാതായി ഉണ്ണികൃഷ്ണനെയും ഒക്കത്ത് വെച്ചിട്ടാണ് അദ്ദേഹം അന്ന് പുറത്തു പോയത്. അങ്ങനെ പുറത്തു പോയ സമയത്ത് അദ്ദേഹം കുറച്ച് ദൂരം അങ്ങോട്ട് മുന്നോട്ട് പോയ സമയത്താണ് വലിയ ഇടിയും മഴയും ഒക്കെ വരാൻ തുടങ്ങിയത് കേട്ടോ. ഈ ഇടിയും മഴയൊക്കെ വന്ന ആകാശമൊക്കെ കറുത്ത സമയത്ത് ഭഗവാൻ അങ്ങോട്ട് പേടിച്ച് നിലവിളിക്കാൻ തുടങ്ങി. നന്ദഗോപരെ ഇങ്ങനെ മുറുക്കി പിടിച്ചിട്ട് എനിക്ക് ഇപ്പം എൻ്റെ അമ്മയെ കാണണം എന്ന് പറഞ്ഞ് കരയാൻ തുടങ്ങി കേട്ടോ. ഇങ്ങനെ വാശി പിടിക്കാൻ തുടങ്ങിയപ്പോഴാണ് നന്ദഗോപർ അപ്പം തന്നെ പറഞ്ഞു, ഞാൻ പറഞ്ഞില്ലേ ഉണ്ണി എൻ്റെ കൂടെ വന്നു കഴിഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞില്ലേ, എന്നിട്ടും എന്തിനാ ഉണ്ണി അങ്ങനെ ചെയ്തത് എന്നൊക്കെ ചോദിച്ചു ബഹളം വെച്ച് ചോദിച്ചാലും ഒരു കാര്യം ഉണ്ടായില്ല കേട്ടോ. ഉണ്ണിക്ക് ഇപ്പം എൻ്റെ അമ്മയെ കാണണം എന്നായി. ആ സമയത്താണ് രാധികാദേവി ഇങ്ങനെ വരണ്ടായിരുന്നു കേട്ടോ. കുറച്ചുകൂടി എൽഡറാണ് ഭഗവാന്റെന്നേ ഉള്ളൂ, വലിയ കുട്ടിയൊന്നുമല്ല, ചെറിയ രാധാദേവിയാണ്. അപ്പോൾ ഈ രാധാദേവി വരണ കണ്ടപ്പോൾ രാധാദേവിയെ വിളിച്ചുകൊണ്ട് പറഞ്ഞു ഇത്രേ, വൃഷഭാനുപുത്രി രാധികേ, എൻ്റെ ഈ പേടിക്കാരനായിട്ടുള്ള ഉണ്ണി ഉണ്ടല്ലോ, ഈ ഉണ്ണിയെ ഒന്ന് അവൻ്റെ ഗൃഹത്തിലേക്ക് ആക്കൂ, അമ്മയുടെ അടുത്തേക്ക് ആക്കൂ, എന്തുപോലെ ആ കരയണേന്ന് ചോദിച്ചു. രാധാദേവി ആ ഉണ്ണികൃഷ്ണനെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുപോയി. കുറച്ചു ദൂരം പോയപ്പോൾ രാധയും കൃഷ്ണനും ഏകാന്തത്തിലെത്തിയ സമയത്ത് കൃഷ്ണൻ ശ്രീകൃഷ്ണ ഭഗവാൻ ഒരു ചെറിയ ഭാവമൊക്കെ കൈശോര ഭാവമൊക്കെ വെടിഞ്ഞ വലിയ ഉണ്ണികൃഷ്ണനായി കേട്ടോ. അപ്പോൾ തന്നെ രാധികാദേവിയും അതെ വലിയ രാധാദേവിയായി മാറി. ആ സമയത്ത് ഭാണ്ഡീരവനത്തിലേക്കാണ് അവർ പോയതെന്നും ഭാണ്ഡീരവനത്തിൽ വെച്ച് ബ്രഹ്മദേവൻ്റെ സാന്നിധ്യത്തിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കാർമ്മികത്വത്തിൽ വളരെ വിസ്തരിച്ചുകൊണ്ട് തന്നെ
രാധാകൃഷ്ണ വിവാഹം നടന്നു. അദ്ദേഹം ബ്രഹ്മദേവനാണ് ഒരു താമരമാലയെടുത്ത് ഭഗവാന്റെ കയ്യിൽ കൊടുത്ത് രാധാദേവിയെ അണിയിക്കാൻ പറഞ്ഞതും രാധാദേവിക്ക് ഒരു താമരമാല കൊടുത്ത് ശ്രീകൃഷ്ണ ഭഗവാനെ അണിയിക്കാൻ പറഞ്ഞതും പരസ്പരം മാല ധരിച്ചും കർമ്മങ്ങളെല്ലാം അനുഷ്ഠിച്ചുകൊണ്ടും വിവാഹം കഴിക്കുന്നുണ്ടായി രാധയും കൃഷ്ണനും ചേർന്ന് എന്നാണ് കഥ. അപ്പോൾ ഇത് വെറും കഥയൊന്നുമല്ല കേട്ടോ, ഇങ്ങനെ തന്നെയാണ് ഉണ്ടായിരിക്കണേ. അപ്പോൾ മറ്റൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഭഗവാൻ വൃന്ദാവനത്തിൽ നിന്ന് ചെയ്യാത്തതൊന്നും പിന്നീട് ഒരിക്കലും ആ ശ്രീകൃഷ്ണ അവതാരത്തിൽ ചെയ്തതായിട്ട് നിങ്ങൾക്ക് ആർക്കും കാണാൻ സാധിക്കില്ല എന്നാണ് ആചാര്യൻ എടുത്തു പറയാറുള്ളത് കേട്ടോ. ഏതൊരു കൃഷ്ണന്റെ ലീല എന്ന് പറഞ്ഞ് നമ്മൾ പിന്നീട് അറിയുന്നതെന്തും അത് ആദ്യം വൃന്ദാവനത്തിലായിരിക്കും നടന്നിട്ടുണ്ടാവുക. വ്രജവാസികൾക്ക് അനുഭവിക്കാൻ സാധിക്കാത്തതായി ഒന്നും പിന്നീട് കൃഷ്ണൻ എന്ന അവതാരം സ്വീകരിച്ചിട്ടില്ല എന്ന് തന്നെയാണ് ആചാര്യൻ പറയാറുള്ളത് കേട്ടോ. അപ്പോൾ 16,000-ലധികം വിവാഹം ചെയ്തു ഭഗവാൻ എന്ന് പറയുമ്പോൾ ഭഗവാൻ ആദ്യം വിവാഹം ചെയ്തത് ശ്രീമതി രാധിക ദേവിയെ തന്നെയാണ് എന്ന് തന്നെയാണ് അനുസ്മരിക്കേണ്ടത്. അപ്പോൾ ഇനി ആരെങ്കിലും ചോദിച്ചാൽ എന്തുകൊണ്ട് കൃഷ്ണൻ രാധയെ ഉപേക്ഷിച്ചു എന്ന് ചോദിച്ചാൽ ഒരിക്കലും ഉപേക്ഷിച്ചിട്ടില്ല കേട്ടോ. കൃഷ്ണ കൃഷ്ണ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ കൃഷ്ണൻ ശ്രീകൃഷ്ണനും രണ്ടാമത്തെ കൃഷ്ണൻ ശ്രീരാധികയുമാണ് എന്ന് വേണം അനുസ്മരിക്കാൻ. അതേപോലെ രാധേ രാധേ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ രാധ രാധാദേവിയും രണ്ടാമത്തെ രാധ ശ്രീകൃഷ്ണനുമാണ് എന്നാണ് ആചാര്യന്മാർ പറയാറുള്ളത്. അപ്പോൾ ഒരിക്കലും രണ്ടായിട്ട് കരുതരുത്, ശ്രീകൃഷ്ണനും ശ്രീരാധികയും ഒന്നാണ് എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കണം എന്നാണ് ഇന്നത്തെ ഈ ഒരു കഥ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. നാളെ കൂടുതൽ ചോദ്യോത്തരങ്ങളും ഒരു കുട്ടി സ്റ്റോറിയും കൊണ്ടുവരാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നു. ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കുകയാണെങ്കിൽ സർവരോഗ വിനാശന, സർവപാപ വിനാശന, സർവദുഃഖ വിനാശന, സർവസൗഖ്യപ്രദായക ശ്രീ ഗുരുവായൂരപ്പ ശരണം ഹരി.